അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 212 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയാനുള്ളത് ദുമത്തുൽ ജന്തൽ സൈനിക നിയോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഹുദൈബിയ സന്ധിക്ക് മുന്നേ ഹിജ്റ വർഷം 6 നടന്ന മറ്റൊരു സൈനിക പര്യടനമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച ഏറ്റവും ദൂരത്തേക്കുള്ള സൈനിക സംഘമായിരുന്നു അത് എന്നുള്ളതാണ്. ഈ പ്രദേശം, അതായത് ദൗമത്തുൽ ജന്തൽ എന്ന പ്രദേശം അറേബ്യക്കും ഷാമിനുമിടക്കുള്ള അതിർത്തി പ്രദേശമായിരുന്നു അത്. റോമിൻ്റെ കീഴിലുള്ള ഒരു അതിർത്തി പ്രദേശം. അതായത് മദീനയിൽ നിന്ന് ഏകദേശം 15 രാത്രികൾ യാത്ര ചെയ്യണം അവിടേക്ക് എത്തണമെങ്കിൽ. ഇന്നത്തെ കാലത്ത് അൽ ജൗഫ് ഭാഗത്താണ് അത് നിലനിൽക്കുന്നത്. അതായത് ദുമത്തുൽ ജന്തൽ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കച്ചവട സംഘങ്ങളുടെ ഒരു പാതയും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അത്. അന്ന് അവിടെ ഒരു ക്രൈസ്തവ രാജാവായിരുന്നു ഭരണം നടത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നേരത്തെ ഒരു സൈനിക നീക്കം അവിടേക്ക് നടന്നിരുന്നു. അതായത് അവിടുത്തെ ഭരണാധികാരി മക്കയിലുള്ള ഖുറൈശികളുടെയും ജൂതന്മാരുടെയും സ്വാധീനത്താൽ മദീനയിലേക്ക് പോകുന്ന കച്ചവട സംഘങ്ങളെയും ഒക്കെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. കൂടാതെ ശക്തി സംഭരിച്ചുകൊണ്ട് മദീനയെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി അവർ ഒരുക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 1000-ഓളം വരുന്ന ഒരു സംഘവുമായിട്ട് ദൂമത്തുൽ ജന്തലിലേക്ക് ഹിജ്റ വർഷം 5 പുറപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ പകൽ വിശ്രമിക്കുകയും രാത്രി യാത്ര ചെയ്യുകയും ചെയ്തിട്ട് അവിടെ എത്തുകയാണ്. വഴികാട്ടിയായിട്ട് ബനു അത്ര ഗോത്രക്കാരനായിരുന്ന മദ്കൂർ എന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവർ 15ഓളം ദിവസം യാത്ര ചെയ്തിട്ട് അവിടെ എത്തുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിൻ്റെ വിവരം നേരത്തെ തന്നെ അവരെങ്ങനെയോ രഹസ്യമായിട്ട് അറിഞ്ഞു. അങ്ങനെ അവരെല്ലാം കൂടി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ യുദ്ധമൊന്നുമില്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തിരിച്ചു പോരാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 6-ാം വർഷത്തിൽ മറ്റൊരു സംഘത്തെ അയക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ വിളിപ്പിച്ചു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10-ൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഈ സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തയ്യാറായി ഇരിക്കുക. ഇന്നോ നാളെയോ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഒരു സൈന്യത്തോടൊപ്പം ഞാൻ നിങ്ങളെ അയക്കും. അപ്പോൾ ഇത് കേട്ടത് മുതൽ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്തായിരിക്കുമെന്ന് അറിയാൻ എനിക്കും കൗതുകമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ നേരത്തെ തന്നെ പള്ളിയിലെത്തി. പിന്നെ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എൻ്റെ പിതാവും, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ദുമത്തുൽ ജന്തറിലേക്ക് പുറപ്പെടാനുള്ള നിർദ്ദേശം നൽകുകയാണ്. അപ്പോൾ അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ തലപ്പാവെല്ലാം കെട്ടിക്കൊടുത്ത്, അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ആത്മവീരം ഉയർത്താൻ കയ്യിൽ പതാകയൊക്കെ നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങളെല്ലാം നൽകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അവർ ആക്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടുക. ചതിക്കരുത്, വഞ്ചിക്കരുത്, അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത് തുടങ്ങിയ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം നൽകുകയാണ്. അതോടുകൂടി തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങളെക്കുറിച്ച് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറഞ്ഞു, ഒരു ജനത അളവിൽ കൃത്രിമം കാണിച്ചാൽ മറ്റുള്ളവർക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശം ന്യായമായി അപഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്ഷാമം കൊണ്ട് ആ ജനതയെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. പിന്നെ രണ്ടാമതായി പറഞ്ഞു, ഒരു ജനത കരാർ ലംഘിച്ചാൽ അവരുടെ ശത്രുവിന് അവർക്കുമേൽ അധികാരം ചുമത്തിക്കൊണ്ട് അവരെ പരീക്ഷിക്കുന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറഞ്ഞു, ഒരു ജനത പാവങ്ങളുടെ അവകാശങ്ങൾ, അതായത് സക്കാത്ത് തുടങ്ങിയ തടഞ്ഞു വെക്കുകയാണെങ്കിൽ അവർക്കും ഇതേ മഴ നിർത്തിവെക്കും. അവിടെ കന്നുകാലികൾ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു മഴ നൽകുന്നത് എന്നാണ്. നാലാമതായിട്ട് പറഞ്ഞു, ഒരു സമൂഹത്തിൽ മ്ലേച്ഛവൃത്തികൾ വർദ്ധിച്ചാൽ അവിടെ പകർച്ചവ്യാധികൾ പ്രത്യക്ഷപ്പെടും. അങ്ങനെ അവസാനമായിട്ട് 5-ാമതായിട്ട് പറഞ്ഞു, ഒരു ജനത ഖുർആൻ അനുസരിച്ചില്ലെങ്കിൽ അവർ വ്യത്യസ്തമായ കക്ഷികളായിട്ട് ഭിന്നിക്കും. അപ്പോൾ ഐക്യത്തിനുള്ള പ്രധാനമായ ആഹ്വാനം ഖുർആനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും സംഘത്തോടൊപ്പം മദീനയിൽ നിന്നും യാത്രയാവുകയാണ്. ദിവസങ്ങൾ യാത്ര ചെയ്ത് ദുമത്തുൽ ജന്തറിൽ എത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച പോലെ തന്നെ ആദ്യം അവർ ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. 3 ദിവസം അവിടെ താമസിച്ചു. അതിനിടയിൽ
ആ ദഅവത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ആശയവുമായി അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ നേതാവ് അസ്ലമുൽ അസ്വദ് ബിൻ അംർ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധത അറിയിക്കുകയാണ്. അപ്പോൾ നേരത്തെ നജ്ജാഷിയുടെ കൊട്ടാരത്തിൽ ജാഫർ റളിയല്ലാഹു അൻഹുയുടെ ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അങ്ങനെ അവർക്ക് വളരെ സന്തോഷമായി ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കത്ത് മുഖേന അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഉമാത്തിർ ബിന്ത് അസ്കിനെ അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ ശക്തമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായി ഇത്തരം തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പം അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് ആ സംഘവുമായിട്ട് മദീനയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ യാതൊരു യുദ്ധവും ഉണ്ടാവാതെ തന്നെ അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായ ധൂമത്തുൽ ജന്തറിൽ മുസ്ലിങ്ങളുടെ അധീനതയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഖുറൈശികളെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് അവർ ഹുദൈബിയ സന്ധിയിലേക്ക് കടന്നു വരുന്നതെന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.